ഹായ് സ്റ്റുഡൻസ്, നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻസ് എന്താണെന്നുള്ളതിൻ്റെ ബേസിക് ക്ലാസ് കഴിഞ്ഞു. ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്ന് ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷനായിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൺവേർഷൻ ഓഫ് ഫ്രാക്ഷൻസ് നമ്പേഴ്സ്. അതായത് ഇന്ന് നമ്മൾ പഠിച്ചായിരുന്നു പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻ. ഇങ്ങനെ 3 തരത്തിലാണ് ഫ്രാക്ഷൻസ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കൺവേർഷൻ ഓഫ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കൺവേർഷൻ ഓഫ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണല്ലോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺവേർഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷനാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം 19/5 ന്യൂമറേറ്റർ വലും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പോൾ എന്ത് ചെയ്താണെന്നറിയോ, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററോട് ഡിവൈഡ് ചെയ്താൽ മതി. വേറൊന്നും ചെയ്യണ്ട. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററോട് ഡിവൈഡ് ചെയ്യുക. അപ്പം 19ൽ എത്ര 5 ഉണ്ട്? 3 5s are 15. 3 പ്രാവശ്യം പോവും, റിമൈൻഡർ 4. ഇനി ഇത് മിക്സഡ് ആയി വരും. അതായത് കോഷ്യൻ്റ് ഹോൾ നമ്പറിൻ്റെ സ്ഥാനത്ത് വരും. 3 and 4/5 ഈ രീതിയിലാണിത് വരുന്നത്. അതായത് മിക്സഡ് ആയിട്ട് വരും. ഇത് കോഷ്യൻ്റായിട്ടും അപ്പോൾ തന്നെ സെയിം ഡിനോമിനേറ്ററാണ് ഇവിടെ വരുന്നത്. അത് ഓർത്ത് എഴുതിയാൽ മതി. അപ്പോൾ 3 and 4/5. ഇനി ഞാനിതിനൊരു ഹോംവർക്ക് എഴുതാം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. കൺവേർട്ട് ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. കൺവേർട്ട് ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുക. മിശ്ര ഭിന്നമാക്കി മാറ്റുക. എന്ത് ചെയ്താൽ മതി? അംശത്തെ ഛേദം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹരിച്ചാൽ മതി. 23/4 ദെൻ 38/5. ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ഈ ഹോംവർക്കൊക്കെ അതുപോലെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ലതാണ്. ഇനി അടുത്ത് തിരിച്ച് കൺവേർഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ. കൺവേർഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും കൂടെ ചേർന്നാണല്ലോ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. 3 and 5/6 സപ്പോസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാം, ഈ ഹോൾ നമ്പറും ഡിനോമിനേറ്ററോട് ഇൻറ്റു ചെയ്യുക. 3 into 5, 3 into 6 ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അതിനോടുകൂടി ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. സെയിം ഡിനോമിനേറ്റർ തന്നെ വരും. ഡിനോമിനേറ്ററിന് മാറ്റമില്ല. അപ്പോൾ 6 into 3 18. 18 + 5 23. 23/6 വരും. ഇനി ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. 1 and 2/3. ഇപ്പോൾ എന്ത് ചെയ്യണം? 1ഉം 3യും കൂടി ഇൻറ്റു ചെയ്തിട്ട് 2 പ്ലസ് ചെയ്താൽ മതി. 1 into 3, അതായത് ഹോൾ നമ്പറും ഡിനോമിനേറ്ററോടെ ഇൻറ്റു ചെയ്ത് ന്യൂമറേറ്റർ പ്ലസ് ചെയ്യുക. എന്നിട്ട് സെയിം ഡിനോമിനേറ്റർ തന്നെ വരും. 1 3s are 3. 3 + 2 5. 5/3. ഇനി ഇതിൻ്റെ ഒരു ഹോംവർക്ക് തരാം. കൺവേർട്ട് ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. കൺവേർട്ട് ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക. മിക്സഡ് ഫ്രാക്ഷനാണ്. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക. കൺവേർട്ട് ഇൻറ്റു ഇംപ്രോപ്പർ. ഇത് ശരിക്കും പഠിക്കണം. കാരണം ഈ ഫ്രാക്ഷൻ നമ്പറിൻ്റെ അഡീഷണൽ സബ്ട്രാക്ഷനൊക്കെ വരുമ്പോൾ നമുക്കിത് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കി വെക്കണം. കൺവേർട്ട് ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. 5 6/8. എന്ത് ചെയ്താൽ മതി? 5 8 കൂടെ ഇൻറ്റു ചെയ്തിട്ട് 6 കൂട്ടിയാൽ മതി. അത് ക്രിയൊന്നും ചെയ്യേണ്ട, മനസ്സിൽ കണക്കൂട്ടി എടുത്താൽ മതി. ദെൻ 12 1/2. അപ്പോൾ ഇന്ന് കൺവേർഷനാണ് നമ്മൾ പഠിച്ചത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ആക്കാം, മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കാം. ഇത് വീണ്ടും കേട്ട് പഠിക്കുക. അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ഞാനിടുന്ന ക്ലാസ്സുകളെല്ലാം വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും
കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ് നമുക്ക് കാണാം.